എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കുറച്ച് മുമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് PSIയുടെ വെബ്സൈറ്റിനകത്ത് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇതിന്റെ കൂടെ ഒരു 30 നോട്ടിഫിക്കേഷനും കൂടെ മൊത്തത്തിലുണ്ട്. അങ്ങനെ അത്രയും നോട്ടിഫിക്കേഷൻസ് വന്നായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കാര്യം ഇതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് എന്താണ് ഇതിന്റെ സിലബസ് വരുന്നത്, അതിനകത്ത് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. സിലബസ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, ഏജ് ലിമിറ്റ് എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരൊറ്റ സെഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. A to Z കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും, എന്ത് ലാസ്റ്റ് ഡേറ്റ് വന്നാലും, എന്ത് കൺഫർമേഷൻ വന്നാലും നിങ്ങൾ എല്ലാമായിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. അതിപ്പോൾ PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ദെൻ ഹൈക്കോർട്ട് ആയിക്കോട്ടെ, ഫുഡ് കോർപ്പറേഷൻ ആയിക്കോട്ടെ, LIC ആയിക്കോട്ടെ, ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട എക്സാംസുമായിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. നിങ്ങളറിയാതെ ഒരൊറ്റ നോട്ടിഫിക്കേഷൻ പോലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അഗൈൻ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഓക്കെ, ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് കാറ്റഗറി നമ്പർ 277/2024 കുറച്ച് മുമ്പ് വന്നിട്ടേ ഉള്ളൂ. നിങ്ങളുടെ പ്രൊഫൈലിലൊക്കെ വരാനായിട്ട് അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 3 ആകുമ്പോഴേ പ്രൊഫൈൽ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. ദെൻ കാറ്റഗറി നമ്പർ 277/2024 വകുപ്പ് കേരള വനം വന്യജീവി വകുപ്പ്. ഉദ്യോഗ പേര് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇതിന് മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ 2016 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, 2017 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, 2023 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ദെൻ 2024 നോട്ടിഫിക്കേഷൻ. 2017 2023 നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വന്നിട്ട് ഡിഗ്രി ഇൻ ഫോറസ്ട്രി ആയിരുന്നു. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, ഇനി പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷനിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ സാലറി സ്കെയിൽ വന്നിട്ട് 55,200 മുതൽ 1,15,300 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വാലൻസി വരുന്നത് DYSP ആയിട്ടാണ് ഇക്വാലൻസി വരുന്നത്. സോ അടിപൊളി പോസ്റ്റാണ്, പവർഫുൾ പോസ്റ്റാണ്. ദെൻ ഒഴിവുകളുടെ എണ്ണം വന്നിട്ട് 2 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഇതെന്ത് ചെയ്യാം, ഇത് കൂടാം. ഓക്കെ, 2 വേക്കൻസിയാണുള്ളത്, ഇത് കൂടാം. അത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ നിയമന രീതി കിടപ്പുണ്ട്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, നമ്മൾ സാധാരണ പരീക്ഷ. ദെൻ പ്രായപരിധി 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഉദ്യോഗാർത്ഥികൾ 2/1/1993 1/1/2005 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ദെൻ 2 തീയതികളും ഉൾപ്പെടെയാണ്. പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവുണ്ടായിരിക്കും. അതായത് OBCക്ക് എത്ര വർഷം ഇളവുണ്ടായിരിക്കും, 3 വർഷം ഇളവുണ്ടായിരിക്കും. SC ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ടായിരിക്കും. മീൻസ് OBC ആണെങ്കിൽ 34 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 36 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അടുത്ത് ക്വാളിഫിക്കേഷൻ എന്താണ്. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഭാരത സർക്കാരിൻ്റെയോ കേരള സർക്കാരിൻ്റെയോ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി സ്ഥാപനം, കൽപ്പിത സർവകലാശാല എന്നിവയിൽ നിന്ന് സയൻസിലോ എഞ്ചിനീയറിംഗിലോ താഴെ പറയുന്ന ഏതെങ്കിലും വിഷയങ്ങളിൽ ലഭിച്ചിട്ടുള്ള ബിരുദം. അവിടെ മനസ്സിലാക്കുക 13 ഡിഗ്രീസിന് 13 ഡിഗ്രിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ 13 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഫസ്റ്റ് നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഫസ്റ്റ് നോക്കുക. സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഒന്ന് BSc അഗ്രികൾച്ചറാണ്. BSc അഗ്രികൾച്ചർ. ദെൻ അത് കഴിഞ്ഞ് BSc ബോട്ടണി, BSc കെമിസ്ട്രി, BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് എൻവയോൺമെന്റൽ സയൻസ്, ദെൻ ഫോറസ്ട്രി, ജിയോളജി, ഹോർട്ടിക്കൾച്ചർ, മാത്തമാറ്റിക്സ്, മാത്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ഫിസിക്സ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്, വെറ്ററിനറി സയൻസ്, പിന്നെ സുവോളജി. ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് അഗ്രികൾച്ചർ, ബോട്ടണി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, ഫോറസ്ട്രി, ജിയോളജി, ഹോർട്ടിക്കൾച്ചർ, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, വെറ്ററിനറി സയൻസ്, പിന്നെ സുവോളജി. അത് കഴിഞ്ഞ് ബിടെക് ആരാണ് നോക്കുകയാണെങ്കിൽ ബിടെക്കാർക്ക് ഒന്ന് ബിടെക് അഗ്രികൾച്ചർ, ദെൻ ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ, ബിടെക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബിടെക് ഇൻ മെക്കാനിക്കൽ. അപ്പോൾ ഇതിനകത്ത് 1 2 3 4 5 6 7. അപ്പോൾ ഇതിൽ 7 വിഷയങ്ങളിൽ നിങ്ങൾക്ക് ബിടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിടെക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 4 5
6, 7, 8, 9, 10, 11, 12, 13. ദെൻ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണെങ്കിൽ 14. 14 എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എത്രയാണ്? 1, 2, 3, 4, 5, 6, 7. അങ്ങനെ ടോട്ടൽ 13+7 അല്ലെങ്കിൽ 14+7 20, 21 വിഷയങ്ങളുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ തവണയൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി അവസരമാണ്. കാര്യം കഴിഞ്ഞ 2 നോട്ടിഫിക്കേഷനിലും ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ഡിഗ്രി ഇൻ ഫോറസ്ട്രി ആയിരുന്നു ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത താഴേക്ക് വരുമ്പോൾ നമുക്കിതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് വേണ്ടത്? ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണ്ടത് ഇവിടെ പുരുഷന്മാരാണെങ്കിൽ ഉയരം 163 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. നെഞ്ചളവ് 79 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. വികസിപ്പിക്കുന്ന സമയത്ത് 5 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യാൻ പറ്റണം? വികസിപ്പിക്കാനായിട്ട് പറ്റണം. അത് കഴിഞ്ഞ് സ്ത്രീകളാണെങ്കിൽ ഉയരം എത്ര സെൻറ്റിമീറ്റർ ആണ്? 150 സെൻറ്റിമീറ്റർ ആണ് ഉയരം വേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഉയരം, നെഞ്ചളവ് എന്നിവയിൽ യഥാക്രമം 5 സെൻറ്റിമീറ്ററിൻ്റെയും 2.5 സെൻറ്റിമീറ്ററിൻ്റെ ഇളവുണ്ടായിരിക്കും. പക്ഷേ നെഞ്ചളവ് വികാസം ഏറ്റവും കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ അത് വികസിപ്പിക്കാൻ പറ്റണം. അതിൽ ഇളവുണ്ടായിരിക്കത്തില്ല. ഓക്കെ, ദെൻ വാക്കിംഗ് ടെസ്റ്റിന് മുമ്പായിട്ട് ശാരീരിക അളവെടുപ്പ് നടത്തുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ശാരീരിക അളവുകൾ ഉണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അപേക്ഷിക്കുന്നതാണ് അഭികാമ്യം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ ചെവി നല്ല കേൾവി ശക്തി ഉണ്ടായിരിക്കണം. കാഴ്ചയാണെങ്കിലോ നല്ല കാഴ്ച ശക്തിയും ഉണ്ടായിരിക്കണം. അതായത് ദൂരക്കാഴ്ച 6/6 സ്നെല്ലൻ ഉണ്ടായിരിക്കണം. സമീപ കാഴ്ച 0.5 സ്നെല്ലൻ ഉണ്ടായിരിക്കണം. ദെൻ കളർ വിഷൻ ആണെങ്കിൽ സാധാരണയായിരിക്കണം. നിശാന്തത പാടില്ല. എന്ന് വെച്ചാൽ നമുക്ക് കാഴ്ച, കേൾവി ഇത് രണ്ടും എന്തായിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം. അതാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ പേശികളും നാഡികളും തളർവാദം പാടില്ലാത്തതും എല്ലാ സന്ധികളും ആയാസരഹിതമായി ചലിപ്പിക്കാവുന്നതുമായിരിക്കണം. നാഡീവ്യൂഹം പൂർണ്ണ ക്ഷമതയുള്ളതായിരിക്കണം. പകർച്ചവ്യാധികളിൽ നിന്നും വിമുക്തരായിരിക്കണം. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു ആരോഗ്യം നമുക്ക് വേണം. കാഴ്ച, കേൾവി ഇതൊക്കെ പക്കയായിരിക്കണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്? പലർക്കും ഒരു ഡൗട്ട് വരും. ഇതെന്താ എക്സാം പാറ്റേൺ ആണ്? അപ്പോൾ കാര്യം 600 മാർക്കൊക്കെയാണ് മെയിൻസിലൊക്കെ കിടക്കുന്നത്. മാത്രമല്ല പ്രിലിംസ് ഉണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഡൗട്ടുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ നല്ല കമൻസ് വന്നിട്ടുണ്ട്. സാർ ക്വാളിഫിക്കേഷൻ ഒന്നും കൂടെ വ്യക്തമാക്കാമോ? ക്വാളിഫിക്കേഷനും പിന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് വ്യക്തമാക്കാമോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, അടുത്ത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എക്സാം പാറ്റേൺ എന്താണ്? ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള എക്സാം പാറ്റേൺ എന്താണ്? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കിടപ്പുണ്ട് എക്സാം പാറ്റേൺ എങ്ങനെയാണ്. ആദ്യം വന്നിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ഈ തസ്തികയുടെ തിരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ഘട്ടമായി ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നതാണ്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്ത് എക്സാം ആണ്? പ്രിലിംസ് എക്സാം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം എന്തുണ്ടായിരിക്കും? ഒരു പ്രിലിംസ് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും, പ്രിലിംസിന്റെ വിഷയങ്ങൾ ഏതൊക്കെയാണ് പ്രിലിംസിന്റെ സിലബസ് വരുന്നത്? അത് PSC എന്ത് ചെയ്തിട്ടില്ല, ഈ നോട്ടിഫിക്കേഷനിൽ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ മുമ്പത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, പഴയ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രിലിംസ് ഇങ്ങനെയായിരുന്നു. 5 വിഷയങ്ങളാണ് പ്രിലിംസിനകത്ത് ഉണ്ടായിരുന്നത്. +1, +2 NCERT സ്കൂൾ ടെക്സ്റ്റ് റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 5 വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഫിസിക്സ് ആണ്, രണ്ടാമത്തേത് വന്നിട്ട് കെമിസ്ട്രി, മൂന്നാമത്തേത് ബോട്ടണി, നാലാമത്തേത് സുവോളജി. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. അഞ്ചാമത്തേത് മാത്സ്. ഈ 5 വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രിലിംസ് നടത്താനാണ് ചാൻസ്. സിലബസ് എന്ത് ചെയ്യാം? വന്നിട്ടില്ല. ഞാൻ മുമ്പത്തെ എക്സാം പാറ്റേൺ ആണ് പറയുന്നത്. മേ ബി എന്ത് ചെയ്യാം? മാറ്റം സംഭവിക്കാം. സോ പ്രിലിംസ് കഴിഞ്ഞാൽ അടുത്ത് എന്താണെന്നറിയാം? പ്രിലിംസ് കഴിഞ്ഞാൽ ഇതാ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രിലിംസ് കഴിഞ്ഞാൽ അടുത്ത് മെയിൻസ് അല്ല. പ്രിലിംസ് കഴിഞ്ഞാൽ അടുത്ത് പിന്നെ എന്താണ് വരുന്നത്? പ്രിലിംസ് കഴിഞ്ഞാൽ തുടർന്ന് ശാരീരിക അളവെടുപ്പാണ്. നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്, ശാരീരിക അളവെടുപ്പാണ് നെക്സ്റ്റ് വരുന്നത്. ഈ ശാരീരിക അളവെടുപ്പ് കഴിഞ്ഞാൽ വാക്കിംഗ് ടെസ്റ്റ് ആണ്. ഈ വാക്കിംഗ് ടെസ്റ്റും കൂടെ കഴിഞ്ഞിട്ടേ ഏത് പരീക്ഷയുള്ളൂ? മെയിൻസ് എക്സാം ഉള്ളൂ, അതായത് എഴുത്ത് പരീക്ഷയുള്ളൂ. സോ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ആദ്യം പ്രിലിംസ് ആണ്. പ്രിലിംസ് കഴിഞ്ഞാൽ അടുത്ത് തുടർന്ന് ശാരീരിക അളവെടുപ്പ്. ഈ ശാരീരിക അളവെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത് വാക്കിംഗ് ടെസ്റ്റ് ആണ്. വാക്കിംഗ് ടെസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത് എഴുത്തു പരീക്ഷ. എഴുത്തു പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത് ഇന്റർവ്യൂ. സോ എത്ര ഘട്ടമായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്? ഒന്ന് പ്രിലിംസ് ആണ്, രണ്ടാമത്തേത് ശാരീരിക അളവെടുപ്പ്, മൂന്നാമത്തേത് വാക്കിംഗ് ടെസ്റ്റ്, നാലാമത്തേത് മെയിൻസ്, അത് കഴിഞ്ഞ് അഞ്ചാമത്തേത് ഇന്റർവ്യൂ. 5 ഘട്ടമായിട്ടാണ് എന്ത് നടക്കുന്നത്? സെലക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാക്കിംഗ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ വാക്കിംഗ് ടെസ്റ്റിന്റെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് വരുന്നത്? വാക്കിംഗ് ടെസ്റ്റിന്റെ സ്റ്റാൻഡേർഡ്സ് വരുന്നത് വന്നിട്ട് പുരുഷ ഉദ്യോഗാർത്ഥികൾ 4 മണിക്കൂറിനുള്ളിൽ 25 കിലോമീറ്റർ ദൂരം നടക്കണം. സോ നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ 25 കിലോമീറ്റർ ദൂരം എന്ത് ചെയ്യണം? നടക്കണം. ദെൻ സ്ത്രീ ഉദ്യോഗാർത്ഥികൾ 4 മണിക്കൂറിനുള്ളിൽ 16 കിലോമീറ്റർ ദൂരം എന്ത് ചെയ്യണം? നടക്കണം. ടാസ്ക് ആണ് 2. ദെൻ ഈ പരീക്ഷ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്നതായിരിക്കും. ഇങ്ങനെയാണ്
വാക്കിംഗ് ടെസ്റ്റ് വരുന്നത്. മെയിൽ കാൻഡിഡേറ്റ് ആണോ 4 മണിക്കൂറിനകത്ത് 25 കിലോമീറ്റർ ദൂരം നടക്കണം. ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 4 മണിക്കൂറിനകത്ത് 16 കിലോമീറ്റർ ദൂരം എന്ത് ചെയ്യണം, നടക്കണം. നെക്സ്റ്റ് വൺ അടുത്ത് ഇതിൻ്റെ മെയിൻസിലേക്ക് പോവുകയാണ്. സോ വാക്കിംഗ് ടെസ്റ്റിൽ യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികൾ ചുവടെ ചേർക്കുന്ന വിഷയങ്ങളിൽ കമ്മീഷൻ നടത്തുന്ന പരീക്ഷയ്ക്ക് വിധേയരാകണം. അതായത് മനസ്സിലാക്കുക, മെയിൻസ് എത്ര മാർക്കിനാണ്? മെയിൻസ് വന്നിട്ട് 600 മാർക്കിനാണ് എക്സാം വരുന്നത്. 600 മാർക്കിനാണ് മെയിൻസിൻ്റെ എക്സാം വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. എന്ന് വെച്ചാൽ അതിനകത്ത് GK 100 മാർക്കാണ്, പൊതുവിജ്ഞാനം 100 മാർക്ക്. അത് കഴിഞ്ഞടുത്ത ഇംഗ്ലീഷ് ഉപന്യാസം, കോംപ്രിഹെൻഷൻ, എസ്സേ എല്ലാം കൂടെ ചേർത്തിട്ട് ഉപന്യാസം, സംഗ്രഹിച്ചെഴുതുക തുടങ്ങിയവയെല്ലാം ചേർത്തിട്ട് 100 മാർക്കാണ്. അപ്പോൾ എത്ര മാർക്കായി? 200 മാർക്കായി. എന്ന് വെച്ചാൽ GK 100 മാർക്ക്, ഇംഗ്ലീഷ് 100 മാർക്ക്. അത് കഴിഞ്ഞ് ഓപ്ഷനിലാണ്. അതായത് ഓരോരുത്തരും ഇപ്പോൾ ഓരോ ഫീൽഡാണ് വരുന്നത് അല്ലേ. ചിലർക്ക് കെമിസ്ട്രിയിലായിരിക്കും ഡിഗ്രി, ചിലർക്ക് ഫിസിക്സിലായിരിക്കും ഡിഗ്രി, ചിലർക്ക് ബിടെക് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 400 മാർക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ ചുവടെ ചേർക്കുന്ന ഏതെങ്കിലും 2 വിഷയങ്ങളിലുള്ള പരീക്ഷ 200 മാർക്ക് വീതം. സോ 200 ഇൻറ്റു 2 എത്ര മാർക്കാണ്? 400 മാർക്കാണ്. സോ ടോട്ടൽ 600 മാർക്കാണ്. അപ്പോൾ ഐച്ഛിക വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കുക, സയൻസ് ആണെങ്കിലും അഗ്രികൾച്ചറൽ, ബോട്ടണി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസ്, ഫോറസ്ട്രി, ജിയോളജി, ഹോർട്ടിക്കൾച്ചർ, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, വെറ്ററിനറി സയൻസ്, സുവോളജി. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ക്വാളിഫിക്കേഷനിൽ പറയുന്ന അത്രയും, അതായത് അഗ്രികൾച്ചർ, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മേൽ പറഞ്ഞ വിഷയങ്ങളുടെ സ്റ്റാൻഡേർഡ് ബിരുദ തലത്തിന് തുല്യമായിരിക്കണം. പിന്നെ മറ്റൊരു പ്രശ്നമുണ്ട്, അതായത് നമുക്ക് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് 2 നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചൂസ് ചെയ്യാം. സോ താഴെ ഒരു പ്രശ്നം കൂടെ പറയുന്നുണ്ട്. ചുവടെ ചേർക്കുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഒന്ന് അഗ്രികൾച്ചർ ആൻഡ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് വെറ്ററിനറി സയൻസ് ആണ്. 2 കെമിസ്ട്രി ആൻഡ് കെമിക്കൽ സയൻസ്. 3 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. 4 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. 5 മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചുവടെ ചേർക്കുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അതായത് 2 ഓപ്ഷനിൽ എടുക്കണം. ആ 2 ഓപ്ഷനിൽ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എടുക്കാനായിട്ട് പറ്റത്തില്ല. അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ഐച്ഛിക വിഷയങ്ങൾ അപേക്ഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപേക്ഷ നിരുപാധികം നിരസിക്കപ്പെടും. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ഇന്റർവ്യൂ ആണ്. സോ വാക്കിംഗ് ടെസ്റ്റിലും എഴുത്തു പരീക്ഷയിലും യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികൾ കമ്മീഷൻ നിശ്ചയിക്കുന്ന സ്ഥലത്തും സമയത്തും ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. പിന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലായി, നോട്ടിഫിക്കേഷൻ മനസ്സിലായി. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ സെപ്റ്റംബർ 3 ആകുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രൊഫൈലിൽ വരത്തുള്ളൂ. അപ്പോൾ നല്ല പോസ്റ്റാണ്. മാത്രമല്ല നമ്മൾ ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറൊക്കെ നെറ്റിൽ സർഫ് ചെയ്യുന്ന സമയത്ത് ഇക്വലൻസ് വരുന്ന DYSP ആയിട്ടാണ്. അപ്പോൾ പൊളി പോസ്റ്റാണ്. അപ്പോൾ ചെറിയ വേക്കൻസി ഉള്ളെങ്കിൽ എന്ത് ചെയ്യാം? കൂടാം. മാത്രമല്ല ഈ റാങ്ക് ലിസ്റ്റിന് പ്രത്യേകിച്ച് കാലാവധി ഒന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അവർക്ക് ആവശ്യമുള്ള ആളെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? റാങ്ക് ലിസ്റ്റ് അങ്ങ് തീരുന്നു. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാര്യം ഇത് വളരെ നല്ലൊരു ജോലിയാണ്, പവർഫുൾ ആയിട്ടൊരു ജോലിയാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെഷനിൽ കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്തേക്കുക? സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ താങ്ക് യു ഓൾ. ബൈ.